എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്, നോക്കൂ, പണ്ട് നമ്മൾ ഭക്ഷണം വെച്ച അതേ സ്ഥലം. ഞങ്ങൾ ഭക്ഷണം വെച്ച് കഴിച്ചിട്ട് ഇവിടുന്ന് നേരെ റാഞ്ചി ഓടിച്ചു പിടിക്കാനുള്ളതാണ് പരിപാടി. നമ്മൾ ഫൈനലി ഇപ്പോൾ ഉള്ളത് സിലിഗുരിയാണ്. ഇനി റാഞ്ചിക്ക് നമുക്ക് 580 കിലോമീറ്റർ അടുത്ത് നമുക്ക് ഇന്ന് ഓടാറുണ്ടല്ലേ ഒരു. യെസ്, നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്ന കൂണ്, പിന്നെ അതേപോലെ തന്നെ മഷ്റൂം. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ കൂണ്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ സാധനമാണ് പോർക്ക്. കിട്ടിയിലും പോർക്കിറച്ചി ഇവിടെ കിട്ടും കേട്ടോ. ഈ സിലിഗുരിയുടെ മെയിൻ പ്രത്യേകത ഒരുത്തം വെട്ടിയതാ, കണ്ടില്ലേ? വെട്ടി 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 അവൻ നശിപ്പിച്ച് നാരണക്കല്ലാക്കി. ഇങ്ങനെയൊക്കെ ഇവിടെ വിട്ടുള്ളതിനെ നമ്മുടെ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു പീസൊന്നും ആക്കി തരുമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ലെവലാക്കി നമുക്ക് മുറിച്ചെടുക്കണം. അങ്ങനെ ഓരോരോ പരിപാടികളുണ്ട്. അതേ സമയത്ത് ലിബി മഷ്റൂമും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി തീരും. ലിബി ചേട്ടൻ ഓൾറെഡി സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ട് തന്നു. അതേ സമയത്ത് അമ്മ ഇവിടെ മഷ്റൂം നന്നായിട്ട് ക്ലീൻ ആക്കും കേട്ടോ, അല്ലേ? ഇതെന്താ ചെത്തുന്നത്? ഇതിന്റെ കൂണിന്റെ ഇത് കളയണോടാ, ഈ സാധനം കളയണം. ആണോ? ഞാൻ ഒറ്റ കഴുകില ഒറ്റ വെക്കല, ആരും അറിഞ്ഞില്ലല്ലോ. മഞ്ഞളിന്റെ അകത്ത് ഇടണം, വിഷമൊക്കെ പോകാൻ വേണ്ടി ആയിരിക്കും അല്ലേ അമ്മ? മഞ്ഞളിന്റെ അകത്ത് അല്ലേ? ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട ഒരു സാധനമാണ് ഈ കിടക്കുന്ന 2 ഗ്യാസ്. ഈ ഗ്യാസ് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ഫുഡ് വെക്കാൻ നേരത്ത് ഫുള്ള് അലമ്പായി ഫുള്ള് നശിച്ചു പോയത്. ഈ സാധനം കിട്ടിയ പിന്നെ എവിടെ വേണമെങ്കിലും വെച്ച് ഭക്ഷണം വെക്കാം അല്ലേ ഇവനെ? പിന്നെ അല്ലേ, അത് ഭയങ്കര ഉപകാരപ്പെട്ടു. നമ്മൾ വണ്ടിക്കുള്ളിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ എന്നെ സംഭവിക്കുന്നറിയാവോ? നമ്മൾ ഇത്രയും പേർക്ക് 7 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന അതിനുള്ള സൗകര്യം അതിനില്ല. 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്ക് മാക്സിമം 7 പേരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് തകർന്നു പോകും കിച്ചൺ. പിന്നെ അതേപോലെ ഒരു കാര്യം ഉണ്ട് ഇവനെ, വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ മറ്റേ സൈസ് ഗ്യാസ് സ്റ്റൗവും വാങ്ങണം, ബർണറും വാങ്ങണം, എല്ലാം സെപ്പറേറ്റ് അല്ലേ എടുത്ത് വെക്കാൻ നേരത്തെ പോണേ. ഇതാകുമ്പോൾ ഇങ്ങനെ വെക്കുക, ഒറ്റ ഇതിലങ്ങ് എടുത്ത് ഡിസ്ക് പോലെ കണ്ടിച്ച് കളഞ്ഞു. എനിക്ക് കണ്ടിട്ട് സങ്കടം വരുന്നു. എന്നെ ഇറച്ചിയാ അതിങ്ങനെ ഒരു വെട്ടിത്തരുള്ളൂ. പിന്നെ ഗപ്പി മീനൊക്കെ ഇരിക്കുന്നത് ചിലത് ഇങ്ങനെ ഇരിക്കും, ചിലത് ഗപ്പി മീനൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ഞാൻ അവനോട് പറഞ്ഞ വെട്ടണ്ട, അവൻ പറഞ്ഞ നന്നായിട്ട് വെട്ടും. അവൻ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മള് സൂക്ഷിച്ചും കണ്ടും സംസാരിക്കണം. അത് നമ്മളല്ല, നീയും ദീപു ചേട്ടനും. ഞങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ നമ്മള് കണ്ട് ഞങ്ങൾ എന്നാ ചെയ്യണ്ട? ഒരു സ്ഥലത്ത് വേണ്ട, ഞങ്ങൾ രണ്ടൊരു സ്ഥലത്ത് പോയി മൂത്രം വെച്ചാൽ അത് പറ്റൂല. പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ? ഒരു കാട്ടിൽ പോയിട്ട് അവിടെ ഒരു മൂത്രപ്പുരയില്ല, ഒന്നുമില്ല. ഓ കാശ്, ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കാൻ സഹകരിക്കാതിരുന്ന ഒറ്റൊരു മനുഷ്യനാണ് ദീപു ചേട്ടൻ. പാവം പുള്ളി അല്ല, പാവം പുള്ളി അങ്ങോട്ട് പോകുന്നതല്ല. ഒരു മിനിറ്റ് ഒന്ന് നിന്നെ ഒന്ന് പൊക്കി പറയട്ടെ. അത് നമ്മുടെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നന്നായിട്ട് വെക്കേണ്ടതാണ്. എനിക്ക് ഭക്ഷണം വെക്കാൻ അറിയത്തില്ല എന്നുള്ളത് ഞാൻ ശ്രമിച്ചില്ല. അത് വെച്ച് നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ വെക്കേണ്ടി വരും. അല്ല, ഞാൻ വെറുതെ തമാശ പറഞ്ഞാണ്. ദീപചേട്ടൻ എല്ലാ സാധനം എടുത്ത് സഹായിച്ചു തരും. ഓരോരുത്തർക്ക് ഓരോരുത്തർ കഴിവുണ്ടല്ലോ. എനിക്കാണെങ്കിൽ വർത്തമാനം പറയാൻ അറിയാം, ദീപചേട്ടനാണ് വർത്തമാനം പറയാൻ അറിയത്തില്ല. അല്ലേ? വർത്തമാനം പറയും, പക്ഷെ നമ്മൾ വളരെ കുറച്ചേ പറയുള്ളൂ. അതാണ് ഒരു പ്രശ്നം. എല്ലാ വർത്താനം വണ്ടിയുടെ ഉള്ളിലെ കാര്യം വരപ്പെട്ടില്ല. ദീപചേട്ടൻ മറ്റേ ഇതിന്റെ ഫാസ്റ്റ് ഓടണ പോലെയാ. പിന്നെ മുണ്ടുപോയി ഒരു ഓട്ട പിന്നെ കാണൂല. അല്ലേ, നേതാവാണല്ലോ. ഇന്നലെ അതിലും വലിയ കോമഡി ഉണ്ട്. അതായത് ദീപിച്ചേട്ടൻ കിടന്നതെല്ലാം ഡ്രസ്സാ, അല്ല അമിത് കിടക്കുന്നതെല്ലാം ഡ്രസ്സാ. അപ്പൊ അഭിരാമി എന്ന് പറഞ്ഞാ ഇത് എന്താ ഇങ്ങനെ ഫുൾ അലമ്പായി കിടക്കുള്ളൂ, നീ എന്താ കാണി? അപ്പൊ പറയാം, നോട്ട് മീ ദാറ്റ് ഡേറ്റി ആങ്കിൾ. അമിത് ഇതിൽ ഈ യാത്രയിൽ ഏറ്റവും അത്ഭുതപ്പെട്ടു പോയത് എന്നാ ഞാൻ, അമിത് കിളിക്കൂട്ടി കയറുന്ന പോലെ പിന്നെ സൗണ്ട് ഒന്നുമില്ല. ഒന്നാ ചാറ്റിങ് ആൻഡ് ചീറ്റിങ്. അവിടെ ഉണ്ടല്ലോ, വെളിച്ചില്ല, വെട്ടമില്ല, ഫാനില്ല, ഒന്നുമില്ല. എന്നാലും കർട്ടനിട്ട് മൂടിയേ കിടക്കുള്ളൂ. അതിലും വലിയ സംഭവം ഇവൻ യാത്രയിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നോ, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നോ, യൂട്യൂബ് ഉപയോഗിക്കുന്നോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവൻ സ്നാപ്ചാറ്റ് അത് ഉപയോഗിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. എന്റെ സ്വന്തം സഹോദരൻ എനിക്ക് ഇത്രേ പൊക്കി പറയാൻ പറ്റുള്ളൂ. നീ പറഞ്ഞു നമ്മുടെ ചോറിനുള്ള നമ്മള് കീപ് ടച്ച്. ഇതൊക്കെ വെറും തമാശയോടെ എടുത്താൽ എല്ലാം തമാശയാണ്. Hello guys, now I am here cutting my pork. Then my papa and making in Kerala rice. In here in cooker
Yeah. inside water. This cooker is so many countries in running in the cooker. No. This Yes. is new one. This is new one. You know in so many time you shouting my mama. Yeah. In high praise this cooker. No. Yeah. Everyone is. Everyone listen. Yeah. Guys, ഒരു സത്യസന്ധമായ കാര്യമുണ്ട്. ഈ കുക്കർ മേടിക്കാൻ വേണ്ടി പോയിട്ട് ഇവരെ പറ്റിച്ച് അത് ഞാൻ പറഞ്ഞ കറക്റ്റ് MRP പൈസക്ക് കൊടുത്തു. ഒരു കുറയ്ക്കാതെ 10-12,000 രൂപയ്ക്ക് സാധനം കൊണ്ട് വന്നിട്ട് അമ്മയുടെയും ബില്ല് ചോദിച്ചു. എല്ലാം കറക്റ്റ് പൈസ. അതാണ് ഇവർ പറയുന്നത്. അതേ സമയത്ത് നമ്മൾ ഇറച്ചി വെക്കാൻ വേണ്ടി അതേ സമയത്ത് നല്ല വെളുത്തുള്ളി, അതേ സമയത്ത് നല്ല സവാള വെച്ച. പക്ഷെ ഇതിൽ നമ്മളുണ്ട് ഇവരിറച്ചിക്കാരാ, നമ്മള് കൂണിന്റെ ആൾക്കാരാ. നമുക്ക് ഇറച്ചിയിൽ കുറച്ച് ഉപ്പ് വരിടാം. കഥയൊക്കെ മൊത്തം മാറിയില്ലേ ഇനി. കൊച്ചിന് വേറെ കറി വെക്കണ്ട കേട്ടാ, അവന് ഇഷ്ടമായത്. ഏതാമ്മേ? കൂണാ? ഇന്നലെ അഭിരാമി ചോദിച്ചാണ് എനിക്ക് ഇച്ചത്താ മിനിഞ്ഞാന്ന് പറഞ്ഞ കേട്ടാ. കൊച്ചിന് കൂണൊക്കെ ഭയങ്കര ഇഷ്ടം. എരിവ് കുറച്ച് എല്ലാവരും കൂടി കഴിക്കുന്നത്. അവന് എരിവ് ഇഷ്ടാ. അവന് എന്ത് കറി ഉണ്ടാക്കിയാലും എരിവ് ഇടാറുണ്ട്, കുരുമുളക് ഇടാറുണ്ട്, എല്ലാം ഇടാറുണ്ട്. ഇന്ന് രാവിലെ നമ്മള് സബ്ജി കഴിക്കാൻ എടുത്തുന്നുണ്ടല്ലോ. എടാ നിക്കടാ പോടി, എന്നിട്ട് ഐസ്ക്രീമിന്റെ പോടി. അതിന് ഇവർ ഐസ്ക്രീം അടിച്ചെടുത്തു പറയാ പോടാ. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വിളിച്ച പറയാ പോ. ആകെ കൊച്ചിനെ പോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും AP വിളിക്കില്ലേ, എടി പൊടിന്ന് വിളിക്കൂലേ, അങ്ങനെ കേട്ടിട്ട് പഠിക്കുന്നത്. എന്നെ വിളിക്കുന്നത് അഭിരാമി. അഭിരാമി എവിനെപ്പോഴും വിളിക്കുന്നില്ല അഭിരാമിന്ന്. അഭിരാമി. അടുത്ത കുക്കർ എടുത്തോണ്ട് ചേട്ടാ. അടുത്ത കുക്കറാ? കുക്കർ അടുത്ത് തന്നെ വെക്കണ്ടെന്ന് പറ, പെട്ടെന്ന് പറ. ഒരു കൊതിക്ക് പോകുന്ന നല്ല എന്നാ കൊതി പോയി താഴെ ഇട്ട്. ഗൈസ്, എന്ത് ഭക്ഷണം വെക്കാൻ നേരത്ത് നമ്മൾ ഇച്ചിരി താഴോട്ട് കളയോ, അതുപോലെ പുതിയ വണ്ടി എടുത്താൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉരയ്ക്കുക. ഇതൊക്കെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല പരിപാടിയാണ്. അഭിരാമിയാണ് തട്ടിച്ച്, അറിയത്തില്ലാത്തോണ്ടല്ലേ. ഈ സൈഡ് തട്ടിച്ച നീയാ. അതെ പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പേടിച്ച് ഞാൻ ക്ലച്ച് മാത്രമേ കത്തിച്ചിട്ടുള്ളൂ, കാണുന്നൊന്നും ഞാൻ കത്തിച്ചിട്ടില്ല. ചെലവ് കണക്ക് വിവരങ്ങൾ ഈ യാത്ര കഴിയുമ്പോൾ ഞങ്ങൾ തരുന്നതായിരിക്കും. സ്വകാര്യം ദിവിച്ചേട്ടനോട് പറയുന്നത്. ഉരുളി സാധനങ്ങൾ മുഴുവൻ സപ്ലൈ ചെയ്ത് ഞാനായിരിക്കും. ഇവരെല്ലാം ഉണ്ടാക്കും, എല്ലാ ഐഡിയ എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സാധനങ്ങളെല്ലാം ഇവരുണ്ടാക്കും, പാത്രങ്ങൾ എല്ലാം നമ്മൾ സപ്ലൈ ചെയ്യും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ട് നേരെ പോർക്ക് കറി, അതേപോലെ മഷ്റൂം കറി. ഇനി എത്ര ദിവസം കഴിഞ്ഞാൽ ഇത് കിട്ടുക? ഇതൊന്നും കിട്ടത്തില്ല. ആദ്യം ഒരു പാത്രം തന്നെ അടുക്കളയിൽ നിന്ന് എടുക്കുന്നത്. ദിവ്ചേട്ടൻ മമ്മി അറിഞ്ഞാലുണ്ടല്ലോ, നാളെ വീട്ടിൽ നിങ്ങൾ കുക്ക് ചെയ്യേണ്ടി വരും. മമ്മി അറിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അതാണ് പ്രശ്നം. മറ്റേ മമ്മി അതിനെ ഉണ്ടാക്കാം, നമുക്ക് വല്ല കഴിച്ചറിയത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വരെ സ്കൂട്ടാകാം. എന്നും പച്ചക്കറി മേടിക്കുന്നത് നല്ലതെന്ന്. പക്ഷെ പച്ചക്കറിയാണ് അവിടുത്തെ ആൾക്ക് മടി. അപ്പൊ നാളെ മേടിക്കാതെ വയ്ക്കും. അപ്പൊ ഇന്ന് കറി വയ്ക്കൊന്നുമില്ലല്ലോ. അപ്പൊ മമ്മി എന്ത് ചെയ്യും? ആളെ പറ്റിക്കും കുറച്ച്. അതേ സമയത്ത് നമ്മൾ ഇതെന്താന്ന് വെച്ചാൽ ഇതൊന്നും അറിയാതെ ഒരു സാധനം കൂടി വെക്കുന്നുണ്ട്, രസമേ. നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ രസം വേണ്ട, രസം കുടിക്കാൻ വേണ്ടി അല്ലേ? നല്ല രസമാണ്. അതേ സമയത്ത് ഞാൻ എൻ്റെ മൈക്കിൾ എന്നോട് ഒരു കാര്യം ചോദിച്ചു, എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എവിടെ ചെന്ന് മേടിച്ചു കൊടുക്കുമെന്ന് അറിയത്തില്ല. അവൻ കിറ്റാച്ചിയാണ് അവൻ ചോദിച്ചാക്കുന്നത്. ഇത് കണ്ട് പറ്റിക്കാന്ന് വിചാരിക്കണ്ട, ശരിക്കുള്ളതാ കൊച്ചു ചോദിച്ചു. ശരിക്കുള്ള അപ്പൊ അവ വീട്ടിൽ മേടിച്ചു തരാന്നാ പറഞ്ഞാക്കുന്നത്. നമ്മുടെ ദീപചാട്ടൻ ഇത്രയും ദിവസമായിട്ട് ഒരു അരി പോലും കഴിയില്ല. അപ്പം ദീപചാട്ടൻ പറഞ്ഞാൽ ഇന്ന് അരി കഴുകാന്ന് പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഫുഡ് മൊത്തം ഉണ്ടാക്കുന്നത് നമ്മുടെ ദീപചാട്ടനായിരിക്കും. അല്ല, ഫുഡെന്നാ പറഞ്ഞ ചോറ് വെള്ളത്തിൽ വെക്കാൻ അധികം പണിയൊന്നും ഇല്ല അല്ലേ? എന്നാ ദീപചേട്ടാ ഒന്ന് ചെയ്യ് ദീപചേട്ടാ. നമുക്ക് ഞാൻ ചെയ്ത് നമുക്ക് സ്പീഡ് നമുക്ക് വീട്ടിലെത്താം. അതായത് ഒരു സ്ഥലത്ത് ദീപചേട്ടൻ അരി കഴുകുകയാണ്. പുള്ളി മസിൽ പ്രയോഗിക്കുന്നുണ്ട്, അരി പൊട്ടത്തൊന്നുമില്ല. ആ ബിരിയാണി അരിയാണോ നോക്കണേ? അല്ല പെട്ടു കേട്ടോ. അഭിരാമി ബിരിയാണി അരി അല്ലല്ലോ. അല്ലല്ല, നാളെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ബിരിയാണി അരി മേടിച്ചിട്ടുണ്ട്. അഭിരാമി നാളെ ബിരിയാണി ഉണ്ട്. കോഴി ബിരിയാണി ആയിക്കോട്ടെ. കോഴി ബിരിയാണി ഉണ്ടാക്കാം നാളെ. ഞാനേ ഇന്നൊന്ന് പ്രതീക്ഷിച്ചു. ഇവര് കൊറേ ദിവസമായി പോർക്കും മേടിച്ച് പറ്റിക്കും തന്നെ. ഞാനാണ് ഇതിട്ട് കഴിക്കൂല. ഒരു ചിക്കൻ എല്ലാം തിന്നും. ചുമ്മാ പറയുന്ന ആണോ? അല്ല അമ്മ അവിടെ ക്ലോസ് വെച്ചേ. അല്ല അവരാമി എല്ലാം കഴിക്കുന്നാടാ വീട്ടിൽ നിന്നാ. അമ്മ ചിലവർക്ക് യാത്ര സമയത്ത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. നല്ല നെയ്യാട്ടോ. അപ്പം ബിമ്മ് വെച്ച് കഴുകേണ്ടി വരും, അല്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല. ബിമ്മിന് നെയ്യ് ശരിയാ പോവപ്പാ? കോപ്പോ ബിമ്മില് ഇല്ല. ഇല്ല നീ വെച്ചാൽ മണ്ണ് കൂട്ടിയാൽ കഴുകണേ. മണ്ണും ബിമ്മും കൂടെ കഴുകുക, സാധനം കഴുകുക. അതെ, അതായിരിക്കും നല്ലത്. ഇനി കഴിച്ചോടാ ഇതിനെ, ഇനി ഇങ്ങോട്ട് അടിച്ച് കഴുകണേ ആക്ക്. അല്ല നല്ലതായിട്ട് പിടിക്കടാ. പോലല്ലാതെ അമ്മ കൂണ് 2 എടുത്തോട്ടോ, അല്ല നിൽക്കൂല കേട്ടോ. ഞാൻ അരി എഴുതുന്നൊന്നും കാണുന്നില്ലല്ലേ, ആരും കാണുന്നില്ലല്ലേ.
പിന്നെ തീയും കത്തിച്ചടല് പിന്നെ മതി ഗൈസ്. ഫൈനലി ഞങ്ങള് ഇതിന് നെയ്യ് ഭയങ്കര കൂടുതലാണ്. അപ്പം എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് ഉരുക്കാന്ന് വെച്ചാൽ പന്നി വെറുതെ ഇട്ടാൽ മതിയോ അല്ല എണ്ണ ഒഴിക്കണോ? ഈ നെയ്യ് ഉരുക്കിയിലുണ്ടല്ലോ പണി പാളും. ഭയങ്കര നെയ്യാണ്, ചില്ലറ നെയ്യൊന്നും. എനിക്ക് അറിയത്തില്ലാത്ത ചോദിച്ചാ വെറുതെ ഇതിനകത്ത് ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ അകത്ത് ഇപ്പം നെയ്യ് ഇങ്ങനെ അയ്യായി വരും. അങ്ങനെയാ? അല്ല ഇതിൻ്റെ അകത്ത് എണ്ണ ഒഴിക്കണ്ട. ശരിക്കും പന്നിക്കറി വെക്കണ എണ്ണ വേണ്ട, വേണ്ട. ഇതിന്റെ പന്നി തന്നെ പന്നിയുടെ നെയ്യ് തന്നെ വെച്ച് വെട്ട് നെയ്യ് വെച്ച് ആക്കാം. എന്റെ ദീപ ചേട്ടാ, ഈ കൊല്ലത്ത് ഏറ്റവും നല്ല അവാർഡ് നിങ്ങൾക്ക് തന്നിരിക്കണം കേട്ടോ. ഈ സാധനം നിങ്ങൾക്ക് തുറക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാല് ഇട്ടോ ഇട്ടോ. എടോ, 35 വയസ്സായി ഇന്നേ വരെ താൻ ചോറ് മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ. അതെനിക്ക് ഇതറിയാം. നാളെ വരാമേ കൂട്ടുകാരെ. കൊച്ചിന്റെ കാർട്ടൂൺ അല്ലേ ഇത്? ഇത്രയും നെയ്യുണ്ട്. അപ്പൊ ഇതിനെ മൊത്തം നമുക്കിനി അല്ല ഊറ്റി ഇതാക്കി എടുക്കണം. ഇനി നെയ്യുണ്ടോ ദീപിച്ചേട്ടാ അതിനകത്ത്? ഇനിയില്ലല്ലോ. ഇല്ലല്ലോ. ഇങ്ങനെയാണോ ഇത് ഇതാക്കി എടുക്കുന്നത്? ഇതിപ്പോ ഇതിനകത്ത് നെയ്യായി വരും. എന്നാ ദീപിച്ചേട്ടൻ ഇറച്ചി വെക്കാൻ വേണ്ടി കൂടി സംബന്ധമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. മറുപടി ഞാൻ മത്തി പീച്ച എന്നാണ് വെച്ചിരുന്നത്. ഏത് ഐഡിയും കൂടെ പറ. രസത്തിനും നമ്മുടെ പന്നിക്കറിക്കും അതുപോലെ തന്നെ നമ്മുടെ കൂണിനും വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓരോ സ്ഥലത്ത്. അഭിരാമി, അങ്ങനെയെങ്കിൽ കൂണ് മേളിൽ കയറ്റ. വണ്ടിയുടെ മേളിൽ കയറ്റ. അല്ലടാ, ലോഡ് കൂടുതലാ കിച്ചണില്. ലിവിനെ ലോഡ് കൂടുതലാ. ഉള്ളിലെ കിച്ചണില് എന്റെ ലോഡ് കൂടുതലാ. ഇവൻ പറഞ്ഞ് മേളിൽ കയറ്റ, വണ്ടിയുടെ മേളിൽ കയറ്റ. ലോഡ് കൂടുതലാന്ന്. ഉള്ളിലെ കിച്ചണിലടാ. ഉള്ളിലെ കിച്ചൺ. ഇതെന്തിനാ അഭിരാമി? ഓ ഗായ്സ്, അതേ സമയത്ത് കൂണൊക്കെ വെക്കാൻ നേരത്തെ ഏറ്റവും കൂടുതൽ വിഷമുള്ള സാധനം തിരിച്ചടിക്കാനും ചാൻസ് ഉണ്ട്. അന്നിപ്പോൾ നമ്മൾ എന്നാ വെച്ചാൽ മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഈ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അല്ല എട്ടിൻ്റെ പണി ഇട്ട് കൊച്ചിനൊക്കെ കൊടുക്കുന്നതല്ലേ. ഇപ്പം ഞാൻ അമ്മയൊക്കെ കഴിച്ചാൽ കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷിയുണ്ട്. അതേ സമയത്ത് അഭിരാമിനെ പോലെയുള്ള ആൾക്കാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം അല്ലേ അമ്മേ? എന്താ ഞങ്ങൾക്ക് പ്രതിരോധശേഷി കൂടുതലുള്ള ആൾക്കാർ, അതുകൊണ്ട് പെട്ടെന്ന് പനി വരുന്നത്. ഇതിപ്പോ വേഗം ആയി കൊടുക്കണം. അവിടെ നെയ്യാവുമ്പോഴേക്കുണ്ടല്ലോ നമുക്ക് ഈ സവോള വേഗം അരിഞ്ഞ് തീരണം. ഇത് തീർക്കണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളത്ര കട്ടിങ് പോയിട്ടല്ലോ നമ്മുടെ ആഗ്രഹമുള്ളൂ. അതാണെങ്കിൽ ആകെ നെയ്യും പിടിച്ച് കിടക്കുക. എനിക്ക് കഴുകി എടുക്കണം. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് അരിയുന്നു. ദീപു ചേട്ടൻ പന്നി ഇതുണ്ടോ? ഇത് നമ്മൾ നെയ്യ് വെട്ടിയെടുത്തപ്പം കിട്ടിയതാണ്. ഇത്രയും നെയ്യ് ഉരുക്കിയെടുത്തപ്പോൾ കിട്ടിയതാണ് ഇത്രയും നെയ്യ്. ഇതിന് തീയില്ല കേട്ടോ. മാറ്റിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. കടുക് ഇട്ടായിരുന്നു. കടുക് ഏകദേശം പൊട്ടി തീർന്നു. ഇനിയിപ്പോൾ സവോളയും മറ്റു സാധനങ്ങളും ഇഞ്ചിയും മറ്റു സംഭവങ്ങളും ഇല്ലാതെ മതി. അത് അപ്പം പൊക്കിയിട്ട് താത്തിയിട്ട് അങ്ങനെ ഇറക്ക്. കറക്റ്റാന്ന് തോന്നുന്നു. ആയോ? ഗ്യാസ് എല്ലാം തീർന്നു കേട്ടോ നമ്മുടെ. ഇതേ എല്ലാ സാധനവും ഇതിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ ഇത് വരട്ടിയെടുക്കണം. വരട്ടി ഇതിനകത്ത് മസാല ചേർത്താൽ പരിപാടി കഴിഞ്ഞു. ഇതൊന്ന് പെട്ടെന്നായി കിട്ടണം കേട്ടോ. ഓ കാശ്, ഈ യാത്രയിൽ അമ്മയ്ക്ക് എന്നൊക്കെ ഈ യാത്രയിൽ തോന്നിയിട്ടുണ്ട്? ഭയങ്കര മഴയായിരുന്നു. ചെന്നിടത്തൊക്കെ മഞ്ഞും മഴ, പിന്നെ കുണ്ടും കുഴി, പിന്നെ മണ്ണിടിക്കല്, പിന്നെ മല ഇടിഞ്ഞു വരില്ലേ? വരുക. ഈ കെട്ടിയിരിക്കുന്ന സ്ഥലമല്ല ഇടിഞ്ഞ് ഞങ്ങൾ പല സ്ഥലത്ത് ഇങ്ങനെ മണ്ണിടിച്ചിലിന്റെ അവിടെ വന്ന് പിന്നെ പെട്ടുപോയി. പിന്നെ ഭയങ്കര ഇതായിരുന്നു. എന്നാ വണ്ടിയുടെ ബ്ലോക്ക്. അങ്ങനെ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു പോയി. പല സ്ഥലത്ത് ഭക്ഷണം വെക്കാൻ വേണ്ടി വെച്ചപ്പം അവിടുന്ന് പാറ ഇടിഞ്ഞു വീഴുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളോട് ഡ്രൈവർമാർ പറഞ്ഞു പല സ്ഥലത്തും നമ്മളെ രക്ഷിച്ചു. നമുക്കറിയത്തില്ല ഇവിടെയുള്ള സ്ഥലം സിക്കിമല്ലേ? തമിഴ്നാട്ടിൽ തൊട്ട് ഞങ്ങളുടെ വണ്ടി നന്നാക്കാൻ തുടങ്ങി. തിരുവരി വരെ. എന്നാന്ന് വെച്ചാൽ AC പ്രശ്നമാണ്, വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ മല കയറി ഇറങ്ങി വരുമോ? എന്നിട്ടാ AC-യുടെ ബെൽറ്റ് പൊട്ടുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇവിടെ കൊക്കയ്ക്ക് പിടിച്ചോണ്ട് അപ്പോ അത് ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണമാണ്. പക്ഷെ ഈ വണ്ടിന് AC ഇല്ലാണ്ട് ഒരു വട്ടം ഞങ്ങൾ നല്ല പോലെ അനുഭവിച്ചതാണ്. ഈ പ്രാവശ്യം AC ഉള്ള കാരണമാണ്
നിങ്ങൾക്ക് ഇത്രയെങ്കിലും പിടിച്ചിക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കി അതൊന്ന് കണ്ടറിഞ്ഞല്ല. ഒരു ചെറിയ വണ്ടി ലേസിയിലെ കുഴപ്പമില്ല, ഇത്രയും വലിയ വണ്ടി മൂടി കെട്ടിയതാ, തുറക്കാൻ ഗ്ലാസ് ഒന്നുമില്ല. പിന്നെ ഈ വീഡിയോ കാണുന്നവർ പറയുന്നുണ്ട് ഇത് ഒന്നും കൂടെ ശരിയാക്കണം. ഓരോ വലിയ മലയുടെ അടിയിലൊക്കെ പോയി കിടന്ന് താഴ്വശം പുഴ. ഞാൻ രസം വെക്കാനുള്ള കൂട്ട് ശരിയാക്കുവാണ്. ഇപ്പോൾ കടുക് ഇടുന്നു. നമ്മൾ കടുക് ഇട്ടു. കടുകൊന്ന് പൊട്ടി വരട്ടെ. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. വേഗം പൊട്ടി വരും. നമ്മൾ അകത്ത് വെക്കുമ്പോണ്ടല്ലോ വേഗം കറിയൊക്കെ ആവും. പുറത്ത് വെക്കുമ്പോൾ കാറ്റും പിന്നെ വായന്റെ സഞ്ചാരവും ഹീറ്റ് ആവും, കുറച്ച് സമയം എടുക്കും. അത് തന്നെയല്ല, വണ്ടി ഒരു സൈഡത്തെ ചെരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് എണ്ണയല്ല ഒരു സൈഡിലോട്ടാണ്, അതാ പൊട്ടാൻ വിഷമവും വരുന്നത്. കടുക് ഇട്ടു. രസത്തിനുള്ള കടുക് പൊട്ടി. ഇനി നമ്മൾ ഇഞ്ചി ഇടുന്നു. ഇനി അതിൽ നമ്മൾ വെളുത്തുള്ളി ഇടുന്നു. പിന്നെ നമ്മൾ സവോള ഇടുന്നു. കുഞ്ഞുള്ളിയാണ് നമുക്ക് ഇടേണ്ട രസത്തില്. പിന്നെ ഇവിടെ കുഞ്ഞുള്ളി കിട്ടില്ല, നമ്മൾ സവോള കുഞ്ഞുകുനാന്ന് എരിഞ്ഞിടുന്നു. പിന്നെ തക്കാളിയും പച്ചമുളകും ഇട്ടു. ഇതിനെയും നല്ലോണം വാടി വരാൻ വേണ്ടി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇളക്കി കൊടുക്കാട്ടോ വേഗം. പക്ഷെ നമ്മൾ കയ്യിലെടുത്തിട്ടില്ലേ, കയ്യിലെടുത്തിട്ട് വരാം. അപ്പൊ ഷെഫൊക്കെ ആവാൻ നോക്കുന്നുണ്ട്. പരിപാടി അങ്ങനെയല്ല. നമ്മൾ ഉപ്പിടുവാണ് ഇതിൻ്റെ അകത്ത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ നല്ലോണം വാടി കിട്ടും ഇത്. ഇതിൻ്റെ അകത്ത് നമ്മൾ കുരുമുളക് പൊടി ഇടുവാണ്. ഇതിൻ്റെ അകത്ത് മെയിൻ പ്രധാനപ്പെട്ട സാധനമാണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇട്ടു. നമ്മൾ വെള്ളം ഒഴിക്കുവാണ്. നല്ലോണം വെന്ത് ഈ വെള്ളത്തിലേക്ക് ഇത് ഇറങ്ങണം. ഇത് നല്ലോണം തിളച്ച് പൊങ്ങി വരും. ഇപ്പം ആ വെള്ളം എടുത്ത് അമ്മ ഇവിടെ ഉണ്ട്. അതിനകത്ത് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുവാണ്. ലാസ്റ്റ് ഇതിനകത്ത് കുറച്ച് രസപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുവാണ്. മൈക്കിലും കൂടി പുതിയ കെഷത് തുടങ്ങും കേട്ടോ. നോക്കിയേ, അവൻ ഇത്രേ നേരം വരെ ഇവിടെ കിടന്ന് തല്ലായിരുന്നല്ലോ നിലത്തിറക്കി ഇവിടെ അഞ്ഞിട്ട്. മണ്ണ് കോരുന്നുണ്ടാ? കോരുന്നുണ്ട്. ഒരു ടിപ്പറും കൂടി. ടിപ്പർ എന്ത് ചെയ്യടി? അത് ഇങ്ങെടുത്ത് കൊടുക്കടി. ടിപ്പർ ഇട്. ആള് മണ്ണ് കോരി ഏകദേശം ആയി കേട്ടോടാ. വാടാ വണ്ടിയിലോട്ട് എടുത്തിട്ട് ഇത് നമുക്ക് കാശാക്കാം. വാ ചകെടുക്കട്ടെ. ഇത് ടിപ്പർ ഉണ്ടായിരുന്നു, സൂപ്പർ. ടിപ്പർ വണ്ടിയിലുണ്ട്. പക്ഷേ ടിപ്പർ കൊടുത്തേ കൊച്ചിനെ. ഗൈസ്, നമ്മുടെ രസമായിട്ടോ നല്ല ഒന്നാന്തരം രസം. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മതി രസം, കൂണ്, പന്നി, 2 തരം അച്ചാറ്, ഇതെല്ലാം കൂടെ കൂട്ടിയൊരു ഞെരുക്ക്. എന്നിട്ട് നേരെ റാഞ്ചിക്ക് പെടുത്തുവാണ്. ഗൈസ് നോക്കൂ, അപ്രോക്സിമേറ്റ് 600 സംതിങ് കിലോമീറ്റർ ഉണ്ട്. രാത്രി ഞങ്ങൾ ഓടിക്കുകയല്ല. രാത്രി ഒരു 12 അല്ല 10 മണി വരെ മാക്സിമം. എന്നിട്ട് കിടന്നുറങ്ങും, വീണ്ടും പിറ്റേ ദിവസം എടുക്കും, വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെ ഞങ്ങൾ വണ്ടി ഓടിക്കത്തുള്ളൂ കേട്ടോ. ഒരുത്തനെ ഇവൻ അങ്ങോട്ട് പോയി ഇഷ്ടപ്പെട്ടില്ല. ഒരു കല്ലെടുത്ത് അപ്പൻ്റെ കാലത്ത് ഒറ്റയിട്ടില്ലേ. നീ നിച്ചാടം തന്നെ ഉറപ്പിച്ചു. അതായത് കസാര എന്ത് കസാര അതായത് ഈ കാണുന്ന കസാര എടുത്തിട്ട് ഇവിടെ നിൽക്കുന്ന മോനെ അപ്പനെ വെച്ച സൈഡിൽ നിന്ന് ഈ പ്രാവശ്യം ഈ സൈഡിൽ ഈ സാധനം വെച്ചത് കൊണ്ട് വണ്ടിക്ക് നല്ല പ്രൊട്ടക്ഷൻ ആയിരുന്നു. ഇത് കണ്ടോ, ഇതൊരു തട്ടിയതാണ് സാധനം, പൊട്ടിപ്പോയി. ഈ പ്രൊട്ടക്ഷൻ ഈ വണ്ടി കൊണ്ട് ഇതാണ് കേട്ടോ. ഫുള്ള് എത്ര സൈഡ് അടി തട്ടിയതാ ഈ സാധനം. അയ്യോ പച്ചക്കത്തി തന്നെ അമ്മേ. ഭയങ്കര ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു സാധനം വേണ്ടി ലൈറ്റ് പോയിട്ടോ. അപ്പൊ ഈ ലൈറ്റ് നമുക്ക് ശരിയാക്കി എടുക്കാം. ഇത് ഇന്നലെ രാത്രി സംഭവിച്ചല്ലേ? ഇല്ല, മിനിഞ്ഞാന്ന് സംഭവിച്ചല്ലേ? മിനിഞ്ഞാന്ന് അടി തട്ടി കേട്ടോ. പാവം നമ്മുടെ വണ്ടി അത് രക്ഷപ്പെടുത്തി തന്നു. ഈ സാധനം ശരിയാക്കാൻ പറ്റി, അത് വളരെ ഭാഗ്യം. അയ്യോ ഇത് പോയില്ലടാ, ഇത് അടിക്കണ്ടടാ. അടിയിൽ നിന്ന് അടിക്കണോ മേളിൽ നിന്ന് അടിക്കണോ? അടിയിൽ നിന്ന് അടിക്കാം അല്ലേ? തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ ഈ സാധനം പോകും. ഇത് അധികം നേരം ഓടൂല. അടിയിൽ നിന്ന് സ്ക്രൂ അടിക്കാം, അതായിരിക്കും നല്ലത്. കറുപ്പല്ല പച്ചയും പോയെന്ന് എൻ്റെ വിശ്വാസം. ഗൈസ് ഫൈനലി സാധനം വർക്കായിട്ട് ഇതുണ്ട, സാധനം സക്സസ് ആയിരിക്കുകയാണ്. ഇനിയിപ്പം ഈ സാധനം കൊണ്ട് നമ്മൾ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് സേവലാക്കി. ഇതിലെ സാധനം അല്ലേ നമ്മുടെ യൂറോപ്പിൽ നിന്ന് കണ്ടത്, ഇന്ത്യയിലുണ്ടോ? വിചാരിച്ചാണോ? ഇതിനിപ്പോൾ എന്തെങ്കിലും ചെയ്തില്ല, ഇത് പോകും കേട്ടോ. അത് നമുക്ക് അടിക്കണം, ഇപ്പം തന്നെ അടിക്കണം. അത് ചോറ് വെച്ചിട്ട് അടിച്ചാൽ പോരെ? അല്ലെ ഫുള്ള് പിന്നെ അടിയിൽ മറ്റേ ഇതാവില്ലേ, ചെളിയാവൂലേ? ഇങ്ങനെയുള്ള സമയങ്ങളാട്ടോ ഞങ്ങൾ വണ്ടിയുടെ ബാക്കിയുള്ള പരിപാടികൾ തീർക്കുന്നത്. ഇപ്പം ഇന്നലെ അടിച്ച് പൊളിഞ്ഞ ഭാഗങ്ങൾ ഞങ്ങൾ ഇന്ന് ഞെട്ടടിക്കാൻ നോക്കി അടിക്കണം. പഴയ ഞെട്ട് എടുത്തിട്ട് അടിക്കവനെ, അതിനല്ല നല്ലേ. അതേ സ്ഥലം തന്നെ നോക്കി വെക്കണേ. നമ്മുടെ എല്ലാ സാധനമുണ്ട്, ആ സാധനം വെച്ച് നമ്മൾ ആക്കല്. നല്ല ഒന്നാന്തരം പന്നിക്കറി. എന്താ പന്നിക്കറി, നല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മീറ്റാ കേട്ടോ പോർക്ക്. ഇനി അടുത്തത് ഇച്ചിരി കൂണ്. നെഗറ്റീവാണ് കൂണ് ഇറച്ചിയും, കുറച്ചെടുക്കാം. എവനെ പോസിറ്റീവ്, നിനക്ക് നെഗറ്റീവ് അല്ലേ? പോസിറ്റീവ്. നല്ല കൂണ് കറി കേട്ടോ അഭിരാമി. നീ ഇങ്ങനെ വെക്കാത്തതാണല്ലോ, എന്ത് പറ്റിയാവും? ആരാ? ഇച്ചിരി കൂണ്, അല്ല ഇച്ചിരി രസം, ഇച്ചിരി മതി കേട്ടോ രസം. ഇച്ചിരി
രസം എന്ന് പറഞ്ഞാൽ അവസാനം ഒരു രസത്തിന് വേണ്ടി. അച്ചാർ എടുത്തില്ലല്ലേ? എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുഴമ്പ് പോലെ ഇരിക്കണം. അച്ചാർ എടുക്കുന്നില്ല? ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കും. ഞങ്ങൾ ആണുങ്ങൾ ബേക്ക് പോക്കോളാം. ഞങ്ങൾ ബേക്കിൽ പോക്കോളാം. ഞങ്ങൾക്ക് ചർച്ചയുണ്ടമ്മേ. ഞങ്ങൾ ബേക്കിൽ പോക്കോളാം. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. കസാര മാറ്റരുത്, ഇതെന്റെ കസാര. ഇവിടെ കസാര ഇരുന്നോളാം. നല്ല സിലിഗുരി ഇരുന്ന്. ആഹാ, ഓ നല്ല രസമുണ്ടല്ലേ. അമ്പഴങ്ങ. അഭിരാമിയുടെ കൂണോട് സൂപ്പർ കേട്ടോ, നല്ല രസമുണ്ടല്ലേ ഇവനെ. ഇനി കഴിച്ചിട്ട് ഈ പാത്രം എടുത്തു വെക്കണം. വണ്ടി ശരിയാക്കണം, ഊരിയത്. വണ്ടി ശരിയാക്കണം, ഊരിയതൊക്കെ. നേരെ വീട്ടിൽ പോകണം. എന്നിട്ട് നമുക്ക് ഒരു കമ്പനി പമ്പ് ഉണ്ട് പോകുന്ന വഴിക്ക്, അവിടെ നിന്ന് കുളിക്കണം. വണ്ടി ഇടണ്ടേ? നാളെ കഴിയാല്ലേ വണ്ടി? ഇന്ന് വഴിയാക്കാം. ഇന്ന് കഴിയാം. ഇന്ന് കഴിയാം. രാത്രി കഴിഞ്ഞ് നാളെ കഴിയാം. 1 മണിക്കൂറുകൊണ്ട് എത്തും. നമ്മൾ കഴിച്ചു. നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. ഇനി അതിന് ശേഷം ഞങ്ങൾക്ക് വണ്ടിക്ക് അത് ചെറിയ പരിപാടിയുണ്ട്. അതിന് ശേഷം നമുക്കിവിടെ നീങ്ങണം. ഇവിടുത്തെ വേസ്റ്റുകളൊന്നും നമ്മളിട്ടല്ല, ബാക്കിയൊക്കെ ഇവിടെ കിടന്നതാണ്. അപ്പോൾ അതൊക്കെ ഇനി ബാക്കി ഉള്ളതും ഇവിടെ ഉള്ളതെല്ലാം ഞങ്ങൾ പറക്കാൻ തീരുമാനിച്ചു. ഇല്ലല്ലോ എന്നാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി പാളും. ഇതെല്ലാം നമുക്ക് പറക്കാം കേട്ടോ. ഒരു സാധനം പോലും ഇവിടെ ഇട്ടാക്കില്ല. അതെ, ഏറ്റവും പാട്. നമ്മൾ ഒത്തിരി വെള്ളത്തിൽ കഴുകിയൊക്കെ കഴിയുന്ന ഇതൊരു പുതിയ ബിസ്ക്കറ്റാണ്, ബ്രിട്ടാനിയയുടെ നല്ല ബിസ്ക്കറ്റാണ്. ഇതിന്റെ പേരാണ് ഏറ്റവും സൂപ്പർ. ഗോൾ മഹൽ അല്ല, ഗോൾ മഹൽ കലാജീര. ഗോൾ മഹൽ കലാജീര 0 ട്രാൻസ് ഫാറ്റ്. അതെ, ഇത് ഈ ബിസ്ക്കറ്റിന്റെ പേര് 50-50 50-50 100 ഏകദിനമായില്ലേ? ഏകദിനം എങ്ങനെ 100 ടെസ്റ്റിംഗ് കഴിഞ്ഞ്. ഇത് കഴിച്ച് അല്പനേരം അടക്കുക രണ്ടുപേരും, എന്നിട്ട് ബാക്കി പരിപാടി. ഫൈനലി അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ നേരെ സിലിഗുരിയിൽ നിന്ന് അങ്ങനെ റാഞ്ചിക്ക് പോവാണ്. ഇവിടെ എന്തോ വലിയ ആഘോഷവും പരിപാടി, എന്തോ പരിപാടി നടക്കുന്നു. എന്താ പരിപാടി? പാട്ട് പാടാനും ചെണ്ട എല്ലാം ഉണ്ടല്ലോ. ചെണ്ട ഉണ്ടല്ലോ, എല്ലാം എന്തോ പരിപാടിയാണ്. എന്താണെന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴി മൊത്തം നമുക്ക് പട്ടാളക്കാരെ കാണാം. ഇവരെല്ലാം റണ്ണിങ് ആട്ടോ, അതായത് വൈകുന്നേരം ജോഗിങ്ങിനൊക്കെ ഇറങ്ങുന്നതാണ് ക്യാമ്പിൽ നിന്ന്. ഇത് പട്ടാളത്തിൻ്റെ ഏരിയ ആണ്. അതായത് സിലിഗുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഡാക്കും അതുപോലെ തന്നെ കാശ്മീരും അരുണാചലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വിന്യാസമുള്ള സ്ഥലമാണ്. 3ാം സ്ഥാനത്തുള്ള സ്ഥലം ഇവിടെ നിന്നാണ് നോർത്ത് ഈസ്റ്റിലേക്ക് മൊത്തം വിന്യസിക്കുന്നത്. അതെ, ഹബ്ബാണ് ഈ സിലിഗുരി എന്ന് പറയുന്ന സംഭവം കേട്ടോ. ഡാർജിലിംഗ് സിലിഗുരി റൂട്ടിൽ നിന്നും മെയിൻ ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇൻവേർട്ടർ. ഇനിയിപ്പോ അപ്രോക്സിമേറ്റ് നമുക്ക് വെറും 40 കിലോമീറ്റർ മാത്രമേ, അല്ല സോറി 624 വണ്ടികളെ പറന്നാട്ടോ പിടിക്കുന്നത്. ഇതുവരെ നിർത്തിയിട്ടില്ല. ഇവിടുത്തെ ട്രാഫിക് ഉണ്ടല്ലോ, മഹാരാഷ്ട്ര മധ്യപ്രദേശിനെ വെച്ച് നോക്കാൻ അത്ര ഇല്ല കേട്ടോ. മറ്റേത് പിഴിയുക. കാരണം അവര് സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി കൊടുത്ത പൈസ എല്ലാം തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട്. ആദ്യം പൈസ കൊടുത്തിട്ട് കയറിയ ആൾക്കാര് അവര് 10-30 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കയറിയേക്കുന്നത്. അവർ ഇത് ആൾക്കാരെ കണ്ട് പിരിച്ചുണ്ടാക്കും. അത് വേറെ ലക്ഷ്യമൊന്നുമില്ല അവർക്ക്. അതായത് മഹാരാഷ്ട്ര റൂട്ട് വെറുത്തുപോയ റൂട്ടാ മഹാരാഷ്ട്ര മധ്യപ്രദേശ് യാത്ര ചെയ്താൽ തീർന്നു. പിന്നെ നമ്മൾ ഊരി കൊടുക്കേണ്ടി വരില്ല. അവർക്ക് സംസാരിക്കാം. നമ്മൾ 1000, 1500, 2000 രൂപ കൊടുക്കുന്ന പ്രശ്നമില്ല. ഇത് 20,000 രൂപ 10,000 രൂപയ്ക്കാണ് ഏറ്റവും കുറഞ്ഞ അവർ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഫ്ലൈ ഓവറിലാണ്. ഈ ഫ്ലൈ ഓവറിനെ കുറിച്ച് പറയുമ്പോൾ ഇത് പുതിയ ഫ്ലൈ ഓവർ ആണ് മനസ്സിലായി. പിന്നെ ഇങ്ങോട്ട് കുറെ അധികം മ്യൂസിയങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം ഡെവലപ്പായി വരുന്നുണ്ട്. ബംഗാളിൽ വേറെ പ്രത്യേകത, പുതിയ റോഡൊക്കെ നല്ല റോഡായി. ഓൾഡ് റോഡൊക്കെ എന്ന് വെച്ചാൽ വേറെ തല്ലിപ്പള്ളി റോഡ് എന്ന് വെച്ചാൽ വേറെ തല്ലിപ്പള്ളി റോഡ്. എന്റെ തല്ലിപ്പള്ളി അല്ലേ? അവിടെ നിൽക്കുന്ന വെള്ളയും നീലയും ഇട്ട പോലീസുകാരാണ് നമ്മുടെ ജന്മശത്രുക്കൾ. അവർ കൈ നീട്ടിയ പണിക്കുറ്റി വീട്ടിൽ പോകാതെ 7 മണി വരെയാണോ? 7 മണി ചിലപ്പോൾ 5 മണി വരെ ഉണ്ടാവുള്ളൂ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. ഇത് ഫുള്ള് ചായപ്പൊടിയുടെ ഏരിയ കേട്ടോ. അതായത് ഫുള്ള് ചായപ്പൊടി. നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന പല ടൈപ്പ് ചായപ്പൊടികളും സംഭവങ്ങളും ഇവിടെ കിട്ടും. കേരളത്തിൽ കിട്ടുന്നതല്ല, ഇവിടെ ഡാർജിലിംഗ് സിക്കിം ഇവിടുത്തെ ഒരു പ്രത്യേകത ചായയാണ്. ഇപ്പോൾ കിങ് ചോഞ്ചിമി വരെ കുടിക്കുന്നതാണ് രഹസ്യ വിവരം കിട്ടിയത്. യെസ് 2000 രൂപയുടെ ചായ ഇവിടെ ഇരിപ്പുണ്ട്. 2000 ഇത് തന്നെ മേടിക്കാം. എത്രയ്ക്കാന്ന് മേടിക്കില്ല. നമ്മളൊന്നും ഇത് വേണമെന്നല്ല, ഒന്നും കൂടെ വില വയ്ക്കുക. അത് കിतना है भैया? मिनल है 350 ओ 300 ओ ये देखो ये का 300 रुपीस है. एक का 250 250. ഇത് എത്ര? 200. इसका
180 180. ये डिफरेंस क्या है सर? क्वालिटी फ्लेवर ये फ्लेवर है? ये सब दार्जिलिंग फ्लेवर ही है। फ्लेवर कम बेस होता है तो इसलिए रेट छोटा अलग 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 आएगा। ये 1 kg आधा दे दो। लीकर जो होता है आधा किलो ना 1 kg आधा। 1.5 किलो। ओके। ये कॉफी कौन सा वाला अच्छा है? कॉफी इधर बनती नहीं है। इधर नहीं है ना, बाहर में आएगा ना। इधर कॉफी नहीं है, इधर आएगा टाइम है ना। अच्छा चाय टी, ये टी पाउडर इधर मिलेगा, अच्छा मिलेगा है ना। എനിക്ക് ഒന്നും മനസ്സിലായില്ല കേട്ടോ, കറക്റ്റ് സംഭവങ്ങളൊന്നും മനസ്സിലായില്ല. ഞാൻ വേണമെല്ലാം പൊക്കി കാണിച്ചു തരാം. എനിക്ക് വേറെ ഒന്നും മനസ്സിലായിട്ടില്ല. ദേ അതിനകത്തൊന്നും ഇല്ല ഇവനെ. നല്ല മഴക്കുള്ള സാധ്യതയുണ്ട്. കല്ല് ഇടിവാളും കൊള്ളിയൊക്കെ എടുത്തോണ്ട് ഇവനെ. കുറച്ച് നേരമായിട്ട് നമ്മുടെ ബെൽറ്റിൽ നിന്ന് ഭയങ്കര സൗണ്ട്. ഞാൻ ന്യൂട്രലൊക്കെയാണ് പോകുന്നത്. അത് പൊട്ടുന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി. ഞങ്ങൾ സ്പെയർ ആയിട്ട് 2 മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് മാറ്റാനും ഞങ്ങൾ പഠിച്ചു. പൊട്ടിക്കവനെ അങ്ങോട്ട്. അത് ഐശ്വര്യ വേണമെങ്കിൽ കാണിക്കണോടാ. അതിനൊക്കെ കാണിച്ചാൽ 24 സർവീസ് ഉണ്ട്. ഒന്ന് കാണിച്ചിട്ട് വരില്ല, 1000 രൂപ ഒന്നും വരില്ല. ഇവരെ കാണിച്ചിട്ട് വന്നിക്ക് പനി ഇന്നത്തെ ബ്രേക്ക് ഇല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. അഭി അജ്ഞി എന്ന് ചോദിച്ചാൽ വെറുതെ ഇതൊക്കെ കയറ്റി ഇടുവല്ലേ. പിന്നെ റിവേഴ്സ് ഞാൻ തന്നെ ഇറക്കണ്ടേ, അതുകൊണ്ടാണ് കയറ്റവനെ. പോണാ നീ ചോദിച്ചേ. ബ്രേക്ക് സെറ്റ് ചെയ്യാനെന്ന് മാത്രം പറഞ്ഞു. എന്നാടാ കുളിക്കാൻ വേണ്ടി പോയി, കാരണം 24 സർവീസ് ഇല്ല ഏച്ചറിന്. ആര് കുളിക്കാൻ? സർവീസുകാര്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, 24 അവർ ഈ സാധനം 24 അവറാണ് സാധാരണ ഏച്ചറിന്റെ വിഷപ്പ് വരുക. അപ്പൊ ഇവർ കുളിക്കാൻ വേണ്ടി ഡ്യൂട്ടി സമയത്ത് കുളിക്കാൻ വേണ്ടി പോകാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഇവിടെ അങ്ങനെയാന്ന് ഇവർ പറഞ്ഞു. എന്ത് ചെയ്യാനാ, എന്താ അവസ്ഥയാണ് ആലോചിച്ച് നോക്കി. ഈ ഒറ്റ കാരണം കൊണ്ട് എല്ലാവരും മറ്റേ പിന്നെ വേറെ കാര്യമുണ്ട്, പിണങ്ങിപ്പോക്കെ. ഞാൻ അത്രയും പറഞ്ഞത് പിണങ്ങിപ്പോ വരുത്താൻ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ടോള് കിട്ടിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ടോളായിരിക്കും ഇവനെ മൊത്തത്തില്. ഇത്രയും ദിവസം നമുക്ക് എണ്ണ പൈസ കുറവായിരുന്നു, ടോളും ഇല്ലായിരുന്നു. ഇനി അങ്ങോട്ട് ടോള്. എനിക്ക് തോന്നുന്നത് 5 ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. എത്ര? 5 ഫുൾ ടാങ്ക്. ഗായ്സ്, ഇത് ഇവിടുത്തെ നൈറ്റ് സർവീസ് വണ്ടികളാട്ടോ. ആ പുള്ളിക്കാരൻ കയറി പോകാൻ പറയുന്നുണ്ട്, 100-ലും പിടിക്കുന്നുണ്ട്. സ്ലീപ്പർ കൊൽക്കത്ത റൂട്ടാണ് ഇത്. കൊൽക്കത്ത റൂട്ടല്ലേ നമ്മൾ വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ ബസ്സുകളുടെ പരസ്യം കണ്ടു. 50 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ആ കൊൽക്കത്ത റൂട്ട് അങ്ങ് മാറും കേട്ടോ. ഈ പോകുന്ന വഴി മൊത്തേ കഴുതച്ചക്ക കേട്ടോ. ഹൗ മച്ച് കോസ്റ്റ് ഇൻ പെർ kg? ചവിട്ട് നീ ഒരു ജ്യൂസ് വരെ ഉണ്ടോ? ഈ കൂടുതലുള്ളിടത്ത് ചവിട്ട്, ഈ കുറവുള്ളിടത്ത് ചവിട്ടിട്ട് വില പറയുന്നത്. ഇവിടെ ചവിട്ട് എത്രയാന്ന് ചോദിച്ചേ? भैया kg कितना है? kg कितना है? kg कितना है? पीस कितना है? 30 രൂപ. 20. 30 രൂപ 30. ഇവിടെ ഇത് ഭയങ്കര ഇതാട്ടോ. ഇത് 20 രൂപ, ഇതിന് 20. പിന്നെ അതെത്ര? പിന്നെ അതിന് 25. 35 കുറഞ്ഞൊരു സാധനം ഇല്ല. ഈ ചക്കൊക്കെ നല്ല ചക്ക കേട്ടോ. 20 രൂപയ്ക്ക് ചക്കാന്ന് വെച്ചാൽ എന്നാ ലാഭമോ ഇത് അല്ലേ? പിന്നെ ഇതല്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ അത്ര കേട്ടില്ല, മധുരമില്ല അല്ലേ? കൊള്ളൂലപ്പാ. ഇതിന്റെ പ്രത്യേകത എന്നാന്ന് നോക്കിയേ, അതിൻ്റെ അകത്തൂടെ ചണ്ടി പോവുകയും ചെയ്യും, ഇതിൻ്റെ അകത്തൂടെ വാട്ടർ കണ്ടന്റ് വരികയും ചെയ്യല്ലേ. മിക്സി കിട്ടാതെ അടിക്കാൻ നേരത്തെ എല്ലാം കൂടെ അടിച്ച് കലങ്ങി അരഞ്ഞാൽ തരിക. ജ്യൂസ് എന്ന് പറഞ്ഞാൽ ജ്യൂസ് മാത്രം, വെള്ളം മാത്രം അല്ലേ? ഈ സാധനമല്ലേ നല്ലത്? അതെ. ആ പുള്ളിക്കാരൻ നിന്നെ തെറി പറഞ്ഞൊരു കാര്യം മനസ്സിലായോ? ആ സാധനം ഉള്ളിലോട്ട് വരുമെന്ന് ഇപ്പം കത്തിയില്ലേ, അതുകൊണ്ട് മാത്രമേ പറഞ്ഞേ. ഫുള്ള് ആരോഗ്യം എടുത്തിട്ടോ പിരിയുന്ന നോക്കിയേ. ഗായ്സ്, ഫൈനലി നമ്മളങ്ങനെ ഭാരത് പെട്രോളിയത്തിന്റെ കമ്പനി പമ്പിലെത്തിയിരിക്കുക. ഇവിടെ കുളിക്കാന് കുടിക്കാന് എല്ലാ സൗകര്യം ഉണ്ട്. ഇതിന്റെ ബേക്കോട്ട് പോയി കഴിഞ്ഞാൽ കുളിക്കാൻ ആദ്യം ഇവിടെ അതൊക്കെ ഉണ്ടോ നോക്കുക. അവന് സെയിം ബാത്റൂം സംവിധാനങ്ങളൊക്കെ ഉണ്ടോ, വണ്ടി പാർക്കിംഗ് ഉണ്ടോ, എങ്ങനെയുണ്ട്. ചേട്ടാ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കയറി ഓർക്കുന്നില്ലേ? അതിവിടെ അല്ലല്ലോ, അപ്പുറമല്ല നമ്മൾ കയറിയ. പൂളതാ ഇതല്ല നമ്മൾ കയറി ഇതേപോലെ ഇരിക്കുന്ന അപ്പുറത്തേക്ക് നമ്മൾ ഇവിടെ ഇരുന്ന് പുളി അല്ലേ? ഇതല്ലേ പുളി? കുളിക്കാനുള്ള സംവിധാനം സെയിം സാധനം, ഒരു വ്യത്യാസമില്ല. പാടാ ഗായ്സ്, ഞങ്ങളെ ഇട്ട പമ്പ് അത്ര സുഖമില്ലേ. അയ്യോ, പിന്നെ കമ്പനി പമ്പിന് അത് ഇഷ്ടം പോലെ ആൾക്കാരെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം മുഖം നോക്കിയോട്ട് നിന്നു. ബാത്റൂം അല്ല ഇല്ലേ, വെറും ആലമ്പ് ബാത്റൂം. പക്ഷെ നമ്മള് അന്ന് നേരത്തെ നിർത്തിയിട്ട് പമ്പില്ലേ, അവിടെ തന്നെ കയറാൻ നല്ലത് അല്ലേ? കൂടെ നല്ല പമ്പാ. ആ പമ്പിൽ പോ. അതാവുമ്പോ നമുക്ക് രാവിലെ എല്ലാം കഴിച്ചിട്ട് പോകണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം. പൈസ പിരിക്കാൻ വേണ്ടി മാത്രം പോകുന്നൊരു വണ്ടി കേട്ടോ അത്.
പൈസ പിരിക്കാൻ വേണ്ടി നമുക്ക് കൈ നീട്ടുന്നുണ്ട്, കൈയൊക്കെ നീട്ടി വെക്കുന്നുണ്ട് വണ്ടി നോക്കാനൊക്കെ. ഇല്ല, അവര് നോക്കി എടുക്കുള്ളൂ. അവർ ഈ ഓവർലോഡ് വണ്ടിയില്ലേ അവര് നോക്കി വെക്കും.